സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഒരു വ്യക്തി അർഹമാകുന്നത് എങ്ങനെയാണ്? സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് അനർഹരായവർ ഈ പട്ടികയിലേക്ക് കയറുന്നത്? മസ്റ്ററിംഗ് തുടങ്ങുന്ന തിരിമറി 60 ലക്ഷം ഗുണഭോക്താക്കളെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. സംസ്ഥാനത്ത് ദുർബലരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതെന്നാണ് സർക്കാർ വാതോരാതെ വാദിക്കുന്നത്. ആ കണക്ക് പ്രകാരം 60 ലക്ഷം ദുർബലരായ ജനങ്ങളുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹരായവർ. സാമൂഹ്യനീതിയുടെ ഏറ്റവും വലിയ അവകാശ ലംഘനമാണ് സംസ്ഥാനത്ത് നടന്നത്. $57,500 കോടി രൂപയാണ് പെൻഷൻ ഇനത്തിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചതെന്നാണ് വാദം. റവന്യൂ, തദ്ദേശം, ധനവകുപ്പുകൾ ഇവർ 3 പേരും ചേർന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തത്. അങ്ങനെയെങ്കിൽ എവിടെയാണ് തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം? കിടപ്പ് രോഗികളായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ പോയി മസ്റ്ററിംഗ് നടത്തി കൊടുക്കാം. ഇതിനായി തദ്ദേശ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്തിനാണ് മസ്റ്ററിംഗ് നടത്തിയത്? ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തെളിയിക്കണം. അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിച്ചാൽ മാത്രം മതിയോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യാൻ? അതാണോ അതിന്റെ യോഗ്യത? ആരൊക്കെയാണ് പെൻഷൻ വാങ്ങാൻ യോഗ്യരായവർ, ആരൊക്കെയാണ് അയോഗ്യരായവർ? അർഹതപ്പെട്ടവർ ഇവരൊക്കെയാണ്: വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ. ഇനി ആരാണ് അയോഗ്യർ? സർവീസ് പെൻഷൻ, സർക്കാർ ഉദ്യോഗസ്ഥർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 1 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനമുള്ളവർക്ക് മാത്രമേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റാനുള്ള അർഹതയുള്ളൂ. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആഡംബര കാർ ഉപയോഗിക്കുന്നവരും 2000 സ്ക്വയർ ഫീറ്റിന് വീടുകളുമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ പെൻഷൻ കൈപ്പറ്റുന്നത്. അതായത് 5-6 മാസം കൂടുമ്പോൾ കിട്ടുന്ന തുച്ഛമായ 1600 രൂപ. നിങ്ങൾക്ക് ഈ തുക ലഭ്യമാക്കാൻ വേണ്ടി പലരും സഹായിച്ചിട്ടുണ്ടാകും. സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 60 ലക്ഷം വരുന്ന ദുർബല വിഭാഗം ഇവിടെ നട്ടം തിരിയുകയാണ്. ക്യാമറമാൻ നിതിൻ നേബിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.